നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ തകർന്നതോടെ മേഖല വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിലേക്ക്. ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും തുടർന്ന് ഇറാനെതിരെ തങ്ങളുടെ സൈന്യം സ്വയം പ്രതിരോധ ആക്രമണങ്ങൾ ആരംഭിച്ചുവെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിക്കുകയായിരുന്നു. ഇതിലെ പൈലറ്റുമാരെ ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് ഇറാനെതിരെ ആരോപണം ഉന്നയിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനികവും നയതന്ത്രപരവുമായ തർക്കങ്ങൾ ഒടുവിൽ യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് വഴിമാറുകയാണ്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന് തൊട്ടുപിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദി അബ്ബാസ് അറാഗ്ചി രംഗത്തെത്തിക്കഴിഞ്ഞു. തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഒരു ആക്രമണവും വെറുതെ വിടില്ലെന്നും തക്കതായ മറുപടി നൽകുമെന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനം. അമേരിക്കൻ സൈന്യത്തിന് മേഖലയിൽ സുരക്ഷിതമായി തുടരണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്നും അദ്ദേഹം അസന്നിഗ്ധമായി ആവശ്യപ്പെട്ടു. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അറാഗ്ചി അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. യുദ്ധക്കളത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വാഷിംഗ്ടൺ തങ്ങളുടെ ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കാനാണ് മുതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ സായുധ സേന അതീവ ശക്തമാണെന്നും ഒരു തരത്തിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും മറുപടിയില്ലാതെ പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനൊപ്പം മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശ സൈനിക ശക്തികൾ വലിയ രീതിയിലുള്ള അപകട സാധ്യതയാണ് നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേർഷ്യൻ ഉൾക്കടലിന്റെ ചരിത്രത്തിൽ ഇവിടേക്ക് അതിക്രമിച്ചു കയറിയ പുറത്തു നിന്നുള്ളവർക്ക് നേരിടേണ്ടി വന്ന ദയനീയമായ വിധിയെക്കുറിച്ച് ഒട്ടനവധി അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അറാഗ്ചി തന്റെ കടുത്ത മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയത്. ഹോർമൂസ് കടലിടുക്കിന് മുകളിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന യുഎസ് ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് യുഎസ് സെൻട്രൽ കമാൻഡ് ഇറാനിലെ വിവിധ ലക്ഷ്യങ്ങൾക്ക് നേരെ സ്വയം പ്രതിരോധ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഹെലികോപ്റ്റർ തകർത്ത ഇറാന്റെ നടപടിക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ ശക്തവും അതിശക്തവുമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ക്യുഷം ജാസ്ക്, സിരിക്, കുയി, മൊബാരക തുടങ്ങിയ തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ ഒന്നിലധികം സ്ഫോടനങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായതായി ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം മേഖലയിൽ വൻ യുദ്ധഭീതിയാണ് വിതച്ചിരിക്കുന്നത്. ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന ഇറാന്റെ നിലപാടും ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എങ്ങോട്ട് തിരിയുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമിച്ചത്. പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ആക്രമണം നടത്തരുത് എന്നും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ് എന്നും സമാധാന കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നും അമേരിക്ക പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് ശാസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ സ്വന്തം സൈനിക വാഹനങ്ങൾക്ക് നേരെ, ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത നിമിഷം പ്രതികരിക്കുന്ന ട്രംപിനെയാണ് കാണുന്നത്. എന്തായാലും മേഖലയിൽ യുദ്ധസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.